ഹൊസെ റെനെ ഹിഗ്ഗിറ്റ സപാട്ട എന്ന ഹിഗ്ഗിറ്റ അത് വെറുമൊരു കളിക്കാരന്റെ പേരല്ല, അതൊരു ഫിലോസഫിയുടെ പേരാണ്, അതൊരു ആറ്റിറ്റ്യൂഡിന്റെ പേരാണ്, അത് ഉജ്ജ്വലമായൊരു തനത് വ്യക്തിത്വത്തിന്റെ പേരാണ്. തനിക്കായി മാത്രം വരച്ചു വെച്ച കുമ്മായ ചതുരക്കളത്തിനകത്തെ ഏകാഗിയായ കാവൽക്കാരനാകാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. തന്റെ കൗണ്ടർ പാർട്ടിന്റെ ഏകാന്ത രാജ്യത്തേക്ക് പന്തുമായി പാഞ്ഞു ചെന്ന് റെയ്ഡ് ചെയ്ത ശേഷം തിരിച്ചിറങ്ങുമ്പോൾ തന്റെ രാജ്യം കാക്കാൻ കോട്ടവാതിലിൽ ആരുമില്ല എന്നത് അയാളെ ആശങ്കാകുലനാക്കിയിരുന്നില്ല. അതയാൾക്കൊരു ലഹരിയാണ്. വ്യവസ്ഥാപിത കളിബാല പാഠങ്ങളല്ല അയാൾ നയിച്ചത്. അയാൾ ഗ്യാലറിയുടെ ഇരമ്പലിന്റെ ഉന്മാദിയായിരുന്നു. മനോധർമ്മമാണ് അയാളുടെ നിയമം. എന്താണ് അയാളിൽ തെളിഞ്ഞു കണ്ടത്? സ്വാതന്ത്ര്യം വിലക്കപ്പെട്ടവന്റെ പ്രതിഷേധമോ, അതോ ഒന്ന് കൊതിച്ച് കാലം മറ്റൊന്നിലേക്ക് കുടിയിരുത്തിയപ്പോൾ കൊതിച്ചതിന്റെ തീ അണയാതെ ജ്വലിച്ചു നിർത്തിയവന്റെ ഫ്രസ്ട്രേഷനോ? 90കളിലെ കളിയാരാധകരുടെ മനസ്സിലെ തീയാണ് ഹിഗ്ഗിറ്റ. യൂറോപ്യൻ ഫുട്ബോളിന്റെ ധനം, ഗ്ലാമർ മാധ്യമപ്രഭകളിലേക്ക് വരാതെ കൊളംബിയയിലും മെക്സിക്കോയിലും ജീവിതം മുഴുവൻ കളിച്ചു തീർത്ത ഒരുവൻ ഒരു ദശകം മുഴുവൻ കാൽപന്ത് പ്രേമികളുടെ ആകർഷണ കേന്ദ്രമായി. അയാളെ ലോകം എൽ ലോക്കോ അഥവാ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഒരു സെപ്റ്റംബർ മാസമാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് അയാളത് ചെയ്തത്. വെംബ്ലിയാണ് വേദി, ഇംഗ്ലണ്ടാണ് എതിരാളികൾ. കൊളംബിയൻ ഗോൾമുകൾ ലക്ഷ്യമാക്കി റെഡ്നാപ്പിന്റെ ഉയർത്തിയ പന്തിനെ അയാൾ ഫുട്ബോൾ ചരിത്രത്തിൽ പൂർവ്വകാഴ്ചയില്ലാത്ത വിധം അഭ്യാസത്തോടെ തട്ടിയകറ്റി. ഹിഗ്ഗിറ്റ എന്നും ഒരു ചരിത്രം.